ലാം ആൻഡ് സൊല്യൂഷൻ്റെ USS സോഷ്യൽ സയൻസ് ക്ലാസ്സിൻ്റെ പാർട്ട് 3ലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ മിഡീവൽ ഇന്ത്യയിലെ ഒരു ഭാഗമായിട്ടുള്ള മുഗൾ ഭരണത്തിൻ്റെ ഫുൾ ക്ലാസ് നമ്മൾ എടുത്തു. മുഗൾ ഭരണം എങ്ങനെയാണ് ഇന്ത്യയിൽ സ്ഥാപിതമായത്, അതിൻ്റെ ചരിത്രം, സവിശേഷതകളെല്ലാം എടുത്തു. ഇനി അതേ സമയത്ത് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നതാണ് വിജയനഗര ഭരണം എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വിജയനഗര ഭരണത്തെക്കുറിച്ചാണ്. അതിനുവേണ്ടി ഒരു മാപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. ഈ മാപ്പ് നിങ്ങൾ നോക്കുക. ഒന്നിൽ വിജയനഗര ഭരണം വ്യാപിച്ച് കിടക്കുന്ന, അത് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഏരിയ ആണ് മാപ്പ് ഒന്നിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തേൽ എന്താണ്, നമ്മുടെ ഇന്ത്യയുടെ മാപ്പാണ്. അപ്പോൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദക്ഷിണേന്ത്യയിൽ എവിടെയെല്ലാമാണ് വിജയനഗര വ്യാപിച്ച് കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? എവിടെയൊക്കെയാണ്? കർണാടക ഉണ്ട്, ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗങ്ങളുണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, തെലുങ്കാന ഉണ്ട്, അതേപോലെ ഗോവയുണ്ട്, അതേപോലെ തന്നെ തമിഴ്നാടും കൂടി ഉണ്ട് കേട്ടോ. തമിഴ്നാടും കൂടി ഉണ്ട്. അപ്പോൾ കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തെലുങ്കാന, ഗോവ ഇവിടെയൊക്കെ ആയിട്ടാണ് എന്ത് വ്യാപിച്ച് കിടക്കുന്നത്? വിജയനഗര ഭരണം വ്യാപിച്ച് നടക്കുന്നത്. ഓക്കെ, അപ്പം മിഡീവിയൽ ഇന്ത്യയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മിഡീവിയൽ ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിരുന്നതായിരുന്നു വിജയനഗര എംപയർ. വിജയനഗര എംപയർ വ്യാപിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. അത് ഈ ഒരു മാപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എവിടേക്കാണ്? കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, തെലുങ്കാന, ഗോവ എന്നിടങ്ങളിലായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത്. അപ്പം നമ്മൾ വിജയനഗര പഠിക്കുമ്പം പലപ്പോഴും നമ്മൾ മുഗളുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് രണ്ടിൻ്റെ കണ്ടൻറ്റും കിട്ടും. ഇവിടെ നോക്കൂ, നമ്മൾ ബാജ് സാബ് എന്നാണ് ഭരണാധികാരികളെ അവിടെ പഠിച്ചത്, ഇവിടെ മുകളിൽ. അതേപോലെ വിജയനഗരയിലും നിരവധി ഭരണാധികാരികളായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിന് ഓരോ രാജവംശമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഓരോ രാജവംശവും അതിൽ ഉൾപ്പെടുന്ന ഭരണാധികാരികളുമാണ്. 4 രാജവംശമാണ് മൊത്തത്തിൽ വിജയനഗര രാജാക്കന്മാർക്കിടയിൽ ഉണ്ടായിരുന്നത്. ഒന്നാമത്തെയാണ് സംഗമ രാജവംശം. എന്താണ്? സംഗമ രാജവംശം. രണ്ടാമത്തേത് സാലുവ രാജവംശം, തുളുവ വംശം, അരവിഡു വംശം. 4 വംശങ്ങളാണ്. സംഗമ രാജവംശം, സാലുവ രാജവംശം, തുളുവ വംശം, അതേപോലെ തന്നെ അരവിഡു വംശം. ഈ 4 വംശവും അതിൽ ഉൾപ്പെട്ട പ്രധാന രാജാക്കന്മാരുമാണ് പറയുന്നത്. ഇതെന്തായാലും പഠിച്ചിരിക്കേണ്ടതാണ്. വിജയനഗര എംപയറിൽ ഏറ്റവും ആദ്യം പഠിക്കേണ്ട കാര്യമാണ് ഈ രാജവംശവും അതിൽ ഉൾപ്പെടുന്ന രാജാക്കന്മാരും. ആദ്യത്തേതാണ് സംഗമ രാജവംശം. സംഗമ രാജവംശത്തിലുള്ളതാണ് ഹരിഹരനും ബുക്കനും. മക്കളിത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ആരൊക്കെയാണ് സംഗമ രാജവംശത്തിലുള്ളത്? ഹരിഹരനും ബുക്കനുമാണ്. ഹരിഹരനും ബുക്കനുമാണ് സംഗമ രാജവംശത്തിലുള്ളത്. സാലുവ വംശം, സാലുവ വംശത്തിലുള്ളതാണ് നരസിംഹ സാലുവ. അത് പഠിക്കാൻ എളുപ്പമാണ്. സാലുവ, നരസിംഹ സാലുവ. സാലുവ രാജവംശത്തിലുള്ളത് ആരാണ്? നരസിംഹ സാലുവയാണ്. തുളുവ വംശം, തുളുവയിലുള്ളതാണ് വീര നരസിംഹനും കൃഷ്ണദേവരായർ. ആരൊക്കെയാണ്? വീര നരസിംഹനും കൃഷ്ണദേവരായരുമാണ് തുളുവ വംശത്തിൽ ഉൾപ്പെടുന്നത്. അരവിഡു വംശം, അരവിഡു വംശത്തിലുള്ളത് തിരുമലയും വെങ്കിട ഫസ്റ്റുമാണ്. വെങ്കിട ഒന്നാമനും തിരുമലയുമാണ് എന്തിലുള്ളത്? അരവിഡു വംശത്തിലുള്ളത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിജയനഗര എംപയർ ആണ്. വിജയനഗര എംപയർ എന്ന് പറയുമ്പോൾ ദക്ഷിണേന്ത്യയിൽ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. പ്രധാനമായിട്ടും വ്യാപിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ പഠിച്ചു. പ്രധാനമായിട്ടുള്ള രാജവംശങ്ങളും രാജാക്കന്മാരെയും കുറിച്ച് പറഞ്ഞത്. 4 രാജവംശങ്ങൾ ഏതൊക്കെയാണ്? സംഗമ രാജവംശം, സാലുവ വംശം, തുളുവ വംശം, അരവിഡു വംശം. അതിൽ ഉൾപ്പെടുന്ന രാജാക്കന്മാരെയും പറ്റി പറഞ്ഞു. ഇനി നമ്മൾ വിജയനഗരത്തിലേക്ക് വരികയാണ്. ഓക്കെ, വിജയനഗര എന്ന് കേൾക്കുമ്പം ആദ്യം മനസ്സിൽ വരുന്നത്, ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ 2 പ്രധാന നിർമ്മിതികൾ കാണിച്ചു. അതിലൊന്നായിരുന്നു എന്ത്? ഹംപി. ഓക്കെ, അപ്പോൾ വിജയനഗര എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ ആദ്യം വരേണ്ടത് ഹംപിയാണ്. ഹംപിയുടെ ആ പിക്ചർ ഇങ്ങനെ മനസ്സിൽ വരണം. വിജയനഗരം എന്ന് പറയുന്നത് ഒരു നഗരത്തിൻ്റെ പേരാണ്. ഈ വിജയനഗരം അതിൽ തന്നെ ഉണ്ട്, ആ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം എന്താണ്? വിജയനഗരം, വിജയത്തിൻ്റെ നഗരം എന്നാണ് ആ വേർഡിന് അർത്ഥം. ഇത് ഒരേ സമയം ഒരു നഗരത്തിൻ്റെ പേരാണ്, അതേപോലെ എന്താണ് ആ സാമ്രാജ്യത്തിൻ്റെ പേരും കൂടിയായിരുന്നു വിജയനഗരം. നമ്മൾ പഠിക്കുന്നത് ഇപ്പം എന്താണ്?
വിജയനഗര സാമ്രാജ്യം. ആ വിജയനഗര സാമ്രാജ്യം എന്നുള്ളത് സാമ്രാജ്യത്തിൻ്റെ പേരാണ്. അതേസമയം അതൊരു സിറ്റീൻ്റെ നെയിമും കൂടിയായിരുന്നു വിജയനഗരം. എന്താണ് അതിൻ്റെ മീനിങ്? എന്താണ്? വിജയത്തിൻ്റെ നഗരം എന്നാണ്. 1565 ഈ നഗരം നശിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിലനിൽക്കുകയും ചെയ്തു. 1565 ഈ നഗരം എന്ത് ചെയ്യപ്പെടുകയാണ്? ഇല്ലാതെ ആവുകയാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിലാണ് ഇപ്പം നിലനിൽക്കുന്നത്. മക്കൾ ആലോചിക്കുക, 1800 കേണൽ മെക്കൻസി, നമ്മുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായിട്ടുള്ള കേണൽ മെക്കൻസി 1800 എന്ത് കണ്ടെത്തുന്നത്? ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. ഇന്ന് നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ആയിട്ട് ഹംപി മാറിക്കഴിഞ്ഞല്ലേ, നിരവധി ആളുകൾ അവിടെ സന്ദർശിക്കുന്നുണ്ട്. അതിലേക്ക് എത്തുന്നതിൻ്റെ ഒരു തുടക്ക ഭാഗമാണ് 1800 കേണൽ മെക്കൻസിയാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇന്നിപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത് ആര് മൂലമാണ്? കേണൽ മെക്കൻസിയുടെ കണ്ടെത്തൽ മൂലമാണ്. അപ്പോൾ വിജയനഗര എംപയറിൽ വിജയനഗരം ഹംപിയുടെ ഒരു പ്രാധാന്യമാണ് പറഞ്ഞത്. 1565 ഈ നഗരം നശിക്കപ്പെടുകയാണ്. ഇന്നിപ്പോൾ അത് അറിയപ്പെടുന്നത് എന്താണ്? ഹംപി എന്ന പേരിലാണ്. നമ്മൾ പഠിച്ചു മുഗൾ ഭരണം സ്ഥാപിച്ചത് ആരാണ്? പഠിച്ചല്ലോ. അതേപോലെ തന്നെ വിജയനഗരയുടെ ഫൗണ്ടറും ആരാണ് എന്ന് പഠിക്കണം. 1336 വിജയനഗര എംപയർ സ്ഥാപിക്കപ്പെടുന്നത്. 1526 പ്രത്യേകത എന്താണ്? ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടിരിക്കണം. 1526 പ്രത്യേകത എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ 1536 പ്രത്യേകതയാണ് ഇന്ത്യയിൽ വിജയനഗര സാമ്രാജ്യം സ്ഥാപിതമാകുന്നത്. 1336 സഹോദരന്മാരായിട്ടുള്ള ഹരിഹരനും ബുക്കനുമാണ് എന്ത് സ്ഥാപിക്കുന്നത്? ഇന്ത്യയിൽ വിജയനഗരം സ്ഥാപിക്കുന്നത്. ഹരിഹരനും ബുക്കനും ഏത് വംശത്തിൽപ്പെട്ടതാണ്? സംഗമ രാജവംശത്തിൽപ്പെട്ട വ്യക്തികളാണ്. അപ്പോൾ ഹരിഹരനും ബുക്കനുമാണ് 1336 വിജയനഗരം സ്ഥാപിച്ചത്. കൃഷ്ണദേവരായ was the most famous ruler of powerful and wealthy kingdom of വിജയനഗര. നമ്മൾ പഠിച്ചു അവിടെ ആരെ നമ്മൾ പഠിച്ച? അക്ബറാണ്. അതായത് മുഗൾ പീരീഡിൽ ഏറ്റവും ശക്തനായിട്ടുള്ളത് മഹാനായ ചക്രവർത്തി ആരാണ്? അക്ബർ. അതേപോലെ വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തനും ശക്തനുമായ ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായർ. ഇവിടെ നമ്മൾ പഠിക്കേണ്ട കുറച്ച് ഭരണാധികാരികളുടെ പേരുകളുണ്ട്. ഒന്നാമത് ഹരിഹരനും ബുക്കനും. അവരുടെ പ്രത്യേകത എന്താണ്? അവരാണ് സ്ഥാപിച്ചത്, ഇന്ത്യയിൽ വിജയനഗരം സ്ഥാപിച്ചത്, സാമ്രാജ്യം സ്ഥാപിച്ചതാണ് ഹരിഹരനും ബുക്കനും. അതേപോലെ ഇന്ത്യയിൽ വിജയനഗര സാമ്രാജ്യം എടുത്തു കഴിയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. ഈ പേര് നിങ്ങൾ മറക്കാനേ പാടില്ല, കൃഷ്ണദേവരായർ. ഇനി ഇന്ത്യ സന്ദർശിച്ച ഒരു പോർച്ചുഗീസ് സഞ്ചാരിയായിട്ടുള്ള ബാർബോസ പറയുന്നത് ഇങ്ങനെയാണ്: ഏതൊരാൾക്കും യാതൊരു അസാരസ്യവും ഇല്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ കിരാതനെന്നോ ഒരു വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നു. മക്കളെ, ഇവിടെ എന്താ പറയുന്നത്? റിലീജിയസ് ടോളറൻസ് ആണ് പറയുന്നത്. മതസഹിഷ്ണുത ദക്ഷിണേന്ത്യയിലും നിലനിന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അവരവരുടെ ആചാരം വിശ്വാസമൊക്കെ അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം രാജാവ് നൽകിയിരുന്നു എന്നാണ് ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയായിട്ടുള്ള ബാർബോസ പറയുന്നത്. ഇനി നമ്മൾ വരുന്നത് കൃഷ്ണദേവരായൻ്റെ കാലഘട്ടത്തിലേക്കാണ്. കൃഷ്ണദേവരായൻ്റെ കാലഘട്ടത്തിലാണ് വിജയനഗര സാമ്രാജ്യം കൂടുതൽ വികസിക്കുന്നതും കൂടുതൽ അതിന് എക്സ്പാൻഷനൊക്കെ ഉണ്ടായി മാറുന്നത്. ആരുടെ കാലഘട്ടത്തിലാണ്? കൃഷ്ണദേവരായയുടെ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ പീരീഡിൽ കുറേ എന്തുണ്ടായിട്ടുണ്ട്? നിർമ്മിതികൾ, കുറേ ബിൽഡിങ്ങുകൾ, അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നടന്നത് കൃഷ്ണദേവരായയുടെ കാലഘട്ടത്തിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഹംപി. ഹംപിയിൽ എന്തുണ്ട്? ഹംപി സന്ദർശിച്ചവരാണെങ്കിൽ മനസ്സിലാവും. ഹംപിയിൽ ധാരാളം പാലസ് ഉണ്ട്, ടെമ്പിൾ ഉണ്ട്, ഫോർട്ട് ഉണ്ട്. ഇതൊക്കെ ആരുടെ പീരീഡിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? കൃഷ്ണദേവരായയുടെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികളിൽ ഒരാളായി അദ്ദേഹത്തിനെ കാണുന്നത്. ധാരാളം കൺസ്ട്രക്ഷനാണ് അദ്ദേഹത്തിൻ്റെ പീരീഡിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്? റിലീജിയസ് ടോളറൻസ് ആണ്. അതേപോലെ തന്നെ ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, ഇതിലെല്ലാം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കഴിവുകൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. കൃഷ്ണദേവരായ ഈ ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചറിലൊക്കെ റിമാർക്കബിൾ ആയിട്ടുള്ള പ്രോഗ്രസ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള 2 പ്രധാനപ്പെട്ട ബുക്കാണ് അമുക്തിമാലദ്യം, ജാമ്പവതി കല്യാണം. 2 എണ്ണമാണ്. ഏതൊക്കെയാണ്? അമുക്തിമാലത, ജാമ്പവതി കല്യാണം എന്ന് പറയുന്ന 2 ബുക്കാണ് കൃഷ്ണദേവരായ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ബുക്ക്. ഈ ബുക്കിൻ്റെ പേര് എന്തായാലും പഠിച്ചേ പറ്റൂ. അമുക്തിമാലദ്യം, ജാമ്പവതി കല്യാണം 2 ബുക്കാണ് കൃഷ്ണദേവരായ എഴുതിയിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിൻ്റെ കോർട്ടിലെ പ്രധാനപ്പെട്ട കുറേ സ്കോളേഴ്സ് ഉണ്ടായിരുന്നു. അവരറിയപ്പെട്ടിരുന്നത് അഷ്ടദിഗ്ഗജങ്ങൾ എന്നാണ്. അഷ്ടദിഗ്ഗജാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സോ നമുക്കൊന്നും കൂടി നോക്കാം. കൃഷ്ണദേവരായ ആണ് എന്ത്? നമ്മുടെ വിജയനഗര എംപയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തനായ ചക്രവർത്തിയായിരുന്നു കൃഷ്ണദേവരായ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് എംപയർ എക്സ്പാൻഷനും ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നത്. ധാരാളം കൺസ്ട്രക്ഷൻ അദ്ദേഹം ചെയ്തു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? ഹംപിയിലേതാണ്. പിന്നെ ഒന്ന് എന്താണ്? റിലീജിയസ് ടോളറൻസ് ആണ്. ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചറിലൊക്കെ റിമാർക്കബിൾ ആയിട്ടുള്ള പ്രോഗ്രസ് കൃഷ്ണദേവരായർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ 2 ബുക്ക് അമുക്തിമാലദ്യം, ജാമ്പവതി കല്യാണം. അദ്ദേഹത്തിൻ്റെ കോർട്ടിലെ പ്രധാനപ്പെട്ട സ്കോളേഴ്സിനെ പറയുന്നത് എന്താണ്? അഷ്ടദിഗ്ഗജാസ് എന്നാണ് പറയുന്നത്. ഇത്രയാണ് വിജയനഗരത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്ക് ലഭിച്ചു. 1336 ഹരിഹരനും ബുക്കനും കൂടിയാണ് വിജയനഗരം സ്ഥാപിച്ചത്. പ്രധാനപ്പെട്ട ആൾ ആരാണ്? കൃഷ്ണദേവരായ ആണ്. ഇനി നമ്മൾ അവരുടെ അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിക്കുന്നത്. അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ എന്ത് തന്നെയായിരുന്നു? മൊണാർക്കി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. രാജവാഴ്ച തന്നെയാണ്. എല്ലാത്തിൻ്റെ അധിപൻ ആരായിരുന്നു? രാജാവ് തന്നെയാണ് പരമാധികാരി. രാജവാഴ്ച തന്നെയായിരുന്നു വിജയനഗരത്തിൽ ഉണ്ടായിരുന്നത്. ദ സുപ്രീം അതോറിറ്റി ആരായിരുന്നു? കിങ് തന്നെയായിരുന്നു. കിങ് വാസ് ദ സുപ്രീം അതോറിറ്റി ആയിരുന്നു. എല്ലാത്തിൻ്റെ അധിപൻ ആരായിരുന്നു? രാജാവ് തന്നെയായിരുന്നു. ഇനി ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് മുഗൾ ഭരണത്തിൽ നമ്മൾ കണ്ടു, ഡിഫറെൻ്റ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തു. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ വിജയനഗരത്തിലും എന്ത് ചെയ്തു? അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ ഉണ്ടായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരുന്നത്? ഏറ്റവും താഴെ ഗ്രാമം, അതായത് വില്ലേജുകൾ. പിന്നെ സ്ഥല എന്ന് പറഞ്ഞാൽ സബ് ഡിസ്ട്രിക്റ്റ് ആണ്, ഉപജില്ലകൾ എന്ന് പറയും. പിന്നെ നാട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രിക്റ്റ് ആണ്, ജില്ലകൾ. ആൻഡ് ഏറ്റവും മേലെ പ്രൊവിൻസ് ആണ്, മണ്ഡലം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഡിവിഷൻ എങ്ങനെയാണ്? ഗ്രാമ, സ്ഥല, നാടു, മണ്ഡല. ഗ്രാമ, സ്ഥല, നാടു, മണ്ഡല എന്നിങ്ങനെയാണ്. നമ്മൾ മുകളിൽ എങ്ങനെയാണ് പഠിച്ചിരുന്നത്? ഗ്രാമം, പർഗാന, സർക്കാർ, സുബ. ഇവിടെ എങ്ങനെയാണ്? ഗ്രാമ, സ്ഥല, നാടു, മണ്ഡലം. ഗ്രാമം എന്ന് പറഞ്ഞാൽ വില്ലേജ് തന്നെ, ഗ്രാമം. സ്ഥല എന്ന് പറഞ്ഞാൽ എന്താണ്? സബ് ഡിസ്ട്രിക്റ്റ് ആണ്, അതായത് ഉപജില്ലകൾ. നാടു എന്ന് പറഞ്ഞാൽ ജില്ലകളാണ്, ഡിസ്ട്രിക്റ്റ് ആണ്. മണ്ഡല എന്ന് പറഞ്ഞാൽ പ്രോവിൻസ് ആണ്, മണ്ഡലങ്ങളായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഭരണ സംവിധാനത്തിന് വേണ്ടിയിട്ട് ഗ്രാമ, സ്ഥല, നാടു, മണ്ഡല എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ രാജാവിനെ സഹായിക്കാൻ എന്തും കൂടി ഉണ്ടായിരുന്നു? ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും കൂടി ഉണ്ടായിരുന്നു. ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിസഭ രാജാവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിസഭയും ഉണ്ടായിരുന്നു. എന്നാൽ ഈ രാജാവ്, ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആർക്കാണ്? രാജാവിനെയാണ്. അതുകൊണ്ട് ഈ രാജാവിന് മന്ത്രിമാരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനും അവർക്ക് വേണ്ട പണിഷ്മെൻറ്റ് കൊടുക്കാനൊക്കെ ഉള്ള പവർ ആർക്കായിരുന്നു? രാജാവിന് തന്നെയായിരുന്നു. അതേപോലെ മുകളിൽ നമ്മൾ എന്താ പറഞ്ഞത്? അവിടെ ഒരു പ്രത്യേക കോർട്ട് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അവിടെ പ്രത്യേകമായിട്ടുള്ള കോടതിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ വിജയനഗരയിലേക്ക് വരുമ്പോൾ വിവിധ തലങ്ങളിൽ ഇവിടെ കോടതികൾ നമുക്ക് കാണാമായിരുന്നു. കോടതി ഉണ്ടായിരുന്നു. കോർട്ട് എക്സിസ്റ്റഡ് ഇൻ വേരിയസ് ലെവൽ. വിവിധ ലെവലിലായിട്ട് കോടതികൾ ഉണ്ടായിരുന്നു. ഈ കോടതിയൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പരമാധികാരി ആരാ? രാജാവ് തന്നെയാണ്. അപ്പോൾ അപ്പീൽ അധികാരിയായിരുന്നു രാജാവ്. രാജാവിന് പരമ അപ്പീൽ നൽകാനുള്ള അധികാരം കൂടി ഉണ്ടായിരുന്നു. ഇനി നമ്മൾ മുകളിൽ പഠിച്ചൊരു വ്യവസ്ഥ ഉണ്ട്.
മൻസബ്ദാരി സിസ്റ്റം. അതേപോലെ വിജയനഗറിൽ പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് അമരനായക സംവിധാനം. എന്താണ് അമരനായക സംവിധാനം? ഇതൊരിക്കലും മറക്കരുത്. അവിടെ മൻസബ്ദാരി ഓർക്കുന്ന പോലെ അതോടൊപ്പം ഇവിടെ ഓർക്കേണ്ടതാണ് അമരനായക സംവിധാനം. ഈ അമരനായക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിലിറ്ററി കമാൻഡേഴ്സ് ആണ്. അതായത് സൈനിക മേധാവികളെയാണ് നമ്മൾ അമരനായക എന്ന് പറയുന്നത്. ഇവരെന്താണ്? ഇവർ രാജാവിന് വേണ്ടിയിട്ട് സൈനിക സേവനം നൽകണം. ഇവർക്ക് വേണ്ടിയിട്ട് രാജാവ് എന്ത് നൽകും? അമര ലാൻഡ് നൽകും. അതായത് അമരഭൂമികൾ ഇവർക്ക് വേണ്ടിയിട്ട് നൽകും. അങ്ങനെ ആ ഭൂമിയുടെ അധികാരം, അവിടുത്തെ ഭൂമിയുടെ ഉടമ അപ്പം ആരായിരിക്കും? അമരനായകന്മാരായിരിക്കും. ഈ അമരനായകന്മാർക്ക് ചില ഡ്യൂട്ടീസ് ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ രാജാവ് ഇവർക്ക് നൽകുന്ന ഭൂമിയാണ് അമര ലാൻഡ്. അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ ആരായിരിക്കും? അതിൻ്റെ ഡ്യൂട്ടി ആർക്കായിരിക്കും? അതേ അമരനായകന്മാർക്കായിരിക്കും. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റഡ് അമര ലാൻഡ് ആണ്. അതായത് അമരഭൂമിയുടെ അധികാരം, അതിൻ്റെ ഭരണ സംവിധാനമൊക്കെ ആരിലായിരിക്കും? ഈ അമരനായകൻ്റെ ചുമതലകളിലുള്ളതാണ്. അതേപോലെ ആ ഭൂമിയിൽ ടാക്സ് കളക്ട് ചെയ്യുന്നത് ആരായിരിക്കും? ഈ അമരനായകന്മാർ തന്നെയാണ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. അതേപോലെ ഇവർ ഒരു നിശ്ചിത തുക, ഫിക്സഡ് ചെയ്തിട്ടുള്ള ഒരു നിശ്ചിത തുക രാജാവിന് നൽകണമായിരുന്നു. അതേപോലെ ഇവരുടെ കീഴിൽ എന്തുണ്ട്? സൈനികരില്ലേ? ആ സൈനികരെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കായിരുന്നു? അമരനായകന്മാർക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഡ്യൂട്ടീസ് ഓഫ് അമരനായകൻ എന്തൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റഡ് അമര ലാൻഡ്, കളക്ടഡ് ടാക്സ് ഫ്രം ദീസ് ഏരിയാസ്, പെയ്ഡ് എ ഫിക്സഡ് എമൗണ്ട് ടു കിങ്, മെയിൻറ്റെയിൻഡ് ആർമി യൂണിറ്റ്. ഇത്രയാണ് അമരനായകന്മാരുടെ ചുമതലയിൽ വരുന്നത്. അപ്പം മൊത്തത്തിൽ നമ്മൾ ഈ ഒരു സിസ്റ്റത്തെയാണ് എന്തെന്ന് പറയുന്നത്? അമരനായക സിസ്റ്റം, അതായത് അമരനായക വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പം അമരനായക എന്ന് പറഞ്ഞാൽ ആരാണ്? മിലിറ്ററി കമാൻഡേഴ്സ് ആണ്. അതായത് സൈനിക മേധാവികളെയാണ് നമ്മൾ അമരനായക എന്ന് പറയുന്നത്. അവരുടെ കീഴിൽ എന്തുണ്ട്? സൈനികരുണ്ട്. ഇവർക്ക് നൽകുന്നതാണ് അമര ലാൻഡ്. അവിടുത്തെ ഫുൾ കൺട്രോളും അവിടെ ടാക്സ് കളക്ട് ചെയ്യുന്നതും ഒരു നിശ്ചിത എമൗണ്ട് ടാക്സ് അല്ലെങ്കിൽ നിശ്ചിത എമൗണ്ട് രാജാവിന് നൽകുന്ന ഡ്യൂട്ടി ഒക്കെ ആർക്കാണ്? അമരനായകന്മാർക്കാണ്. ഈ ഒരു സിസ്റ്റത്തെ മൊത്തത്തിൽ നമ്മൾ അമരനായക സിസ്റ്റം എന്ന് വിളിച്ചു. അപ്പം ഇത്രയാണ് അവരുടെ അഡ്മിനിസ്ട്രേഷൻ, ഭരണ സംവിധാനം പറയുന്നത്. ഭരണ സംവിധാനത്തിൽ ഓർക്കേണ്ട മെയിൻ പോയിന്റ് എന്താണ്? ഭരണ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്തു. എങ്ങനെയാണ്? ഗ്രാമ, സ്ഥല, നാടു, മണ്ഡല ഓർ പ്രോവിൻസ്. പിന്നെ ക്യാബിനറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് അമരനായക സംവിധാനം. ഇനി അവരുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ടും ജനങ്ങളുടെ തൊഴിൽ എന്തായിരുന്നു? കൃഷി തന്നെയായിരുന്നു. അവരുടെ മെയിൻ ഓക്യുപ്പേഷൻ അഗ്രികൾച്ചർ തന്നെയായിരുന്നു. മെയിനായിട്ടുണ്ടായിരുന്നത് അവരുടെ ഡ്രസ്സ് അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം എങ്ങനെയായിരുന്നു? സിൽക്ക് ആൻഡ് കോട്ടൺ ക്ലോത്ത് ആയിരുന്നു അവർ മെയിനായിട്ട് കോമൺലി ആ സമയത്ത് ജനങ്ങൾ യൂസ് ചെയ്തിരുന്ന ക്ലോത്ത് സിൽക്കും കോട്ടനും ആയിരുന്നു. അത് ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അവരുടെ ഇറിഗേഷൻ ഫെസിലിറ്റി എന്തായാലും പഠിക്കണം. ജലസേചനം അവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നതാണ് കമലപുരം ലേക്ക്, അതേപോലെ ഹിരിയ കനാല്, ഡാം അക്രോസ് ദ തുംഗഭദ്ര റിവർ. 3 ഇറിഗേഷൻ ഫെസിലിറ്റി അവിടെ ഉണ്ടായിരുന്നു. അത് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കാർഷിക വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? കാർഷിക വ്യവസ്ഥ ധാരാളം നല്ല രീതിയിൽ ഉണ്ടായിരിക്കും. ഇറിഗേഷൻ ഫെസിലിറ്റിയിൽ പറയേണ്ട 3 കാര്യമാണ് കമലപുരം ലേക്ക്. എന്താണ് മക്കളെ? കമലപുരം ലേക്ക്, ഹിരിയ കനാല്, ഡാം അക്രോസ് തുംഗഭദ്ര റിവറിനെ അക്രോസ് ചെയ്തിട്ടൊരു ഡാം ഉണ്ടായിരുന്നു, ഹിരിയ കനാൽ ഉണ്ടായിരുന്നു, കമലപുരം ലേക്ക് ഉണ്ടായിരുന്നു. ഇത്രയാണ് ഇറിഗേഷൻ ഫെസിലിറ്റിയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം. പിന്നെ മെയിനായിട്ട് ഇവർ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ലാൻഡ് സർവേ ആൻഡ് ടാക്സേഷൻ. നികുതി പിരിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ നികുതിയായിരുന്നു? പ്രൊഫഷണൽ ടാക്സ്, അതായത് തൊഴിൽ നികുതി ഉണ്ടായിരുന്നു, ബിൽഡിംഗ് ടാക്സ്, കെട്ടിട നികുതി ഉണ്ടായിരുന്നു, ലൈസൻസ് ഫീസ്, അതേപോലെ കോർട്ട് ഫീസ്, കോടതി പിഴകൾ, അങ്ങനെ. അപ്പം മെയിനായിട്ടുള്ള വരുമാന മാർഗം ടാക്സ് തന്നെയാണ്. ടാക്സ് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? പ്രൊഫഷണൽ ടാക്സ്, തൊഴിൽ നികുതി ഉണ്ടായിരുന്നു, ബിൽഡിംഗ് ടാക്സ് ഉണ്ടായിരുന്നു, അതായത് കെട്ടിട നികുതി, ലൈസൻസ് പിഴ ഉണ്ടായിരുന്നു, കോർട്ട് ഫീസ്, കോടതിയിൽ നമ്മൾ ഈടാക്കുന്ന പിഴകൾ. ഇതൊക്കെയായിരുന്നു അവരുടെ മെയിൻ ടാക്സ് എന്ന് പറയുന്നത്.
ഇതിലൂടെയൊക്കെ എന്തായി മാറി? വിജയനഗര എന്ന് പറയുന്നത് ഒരു മേജർ ട്രേഡിംഗ് സെൻ്റർ ആയിട്ട് മാറുകയാണ്. അതേപോലെ തന്നെ ഫോറിനിലുള്ള കുറേ ആൾക്കാർ ഇവിടേക്ക് വിനിമയത്തിന് വേണ്ടിയിട്ട്, വ്യാപാരത്തിന് വേണ്ടി വരികയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. ദ പോർച്ചുഗീസ് ആൻഡ് അറബ് ഹാഡ് എ മോണോപോളി ഓവർ ഫോറിൻ ട്രേഡ്. ഈ വിദേശ വ്യാപാരത്തിൻ്റെ കുത്തക ആരുടെ കയ്യിലായിരുന്നു? പോർച്ചുഗീസിൻ്റെയും അറബികളുടെയും കയ്യിലായിരുന്നു. അതേപോലെ ചൈനയുമായിട്ടും ശ്രീലങ്കയുമായിട്ടും ഇവർ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചു, ഇറിഗേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും മക്കളെ? കാർഷിക വ്യവസ്ഥയുടെ ഗ്രോത്താണ് ഉണ്ടാകുന്നത്. അത് എന്തിലേക്ക് നയിക്കും? ട്രേഡിലേക്ക് നയിക്കും. ഇപ്പോൾ ഈ ട്രേഡ് എന്ന് പറയുമ്പോൾ അവിടെ ഫോറിൻ ട്രേഡും കൂടി ഉണ്ടായിട്ടുണ്ട്. ഫോറിൻ ട്രേഡിൽ അറബ്സ്, പോർച്ചുഗീസ്, ചൈന, ശ്രീലങ്കയൊക്കെ ആയിട്ടാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കുതിര വ്യാപാരം. വിജയനഗര സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ടുള്ളതായിരുന്നു കുതിര വ്യാപാരം എന്ന് പറയുന്നത്, ഹോഴ്സ് ട്രേഡ്. ഈ കുതിര വ്യാപാരം നടത്തിയിട്ടുണ്ടായിരുന്ന കച്ചവടക്കാരെ, അതിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ട്രേഡറിനെ അറിയപ്പെടുന്നത് കുതിര ചെട്ടീസ് എന്നാണ് അറിയപ്പെടുന്നത്. ലോക്കൽ ട്രേഡേഴ്സ് വിച്ച് അസോസിയേറ്റഡ് വിത്ത് ഹോഴ്സ് ട്രേഡ് ഈസ് കോൾഡ് കുതിര ചെട്ടീസ്. അതേപോലെ ഇവിടെ പറഞ്ഞു ചൈനയുമായിട്ട് ഇവർക്ക് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു എന്ന്. അതിന് ഏറ്റവും റെലവൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ചൈനീസ് പോട്രിയാണ്. മൺപാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് ഒരു മെയിനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന തെളിവ്. അപ്പോൾ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി പറയുമ്പം അവരുടെ സമൂഹം എങ്ങനെയായിരുന്നു? മെയിനായിട്ട് ഒക്യുപ്പേഷൻ എന്തായിരുന്നു? അതെ, കൃഷിയായിരുന്നു. കോമൺലി യൂസ് ചെയ്തിരുന്നത് സിൽക്കും കോട്ടനും ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു. എന്തുണ്ടായിരുന്നു? ഇറിഗേഷൻ ഫെസിലിറ്റി അവിടെ ഉണ്ടായിരുന്നു. അതാണ് ആലോചിക്കേണ്ടത്. ഇറിഗേഷൻ ഫെസിലിറ്റി അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ ടാക്സ് ആയിരുന്നു മെയിൻ ഒക്യുപ്പേഷൻ. അവരുടെ ടാക്സിലൂടെയാണ് വരുമാനം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ജാതി വ്യവസ്ഥ ഈ വിജയനഗരയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു മക്കളെ. ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഒക്കെ നൽകിയിരുന്നത് ബ്രാഹ്മണന്മാർക്ക് തന്നെയായിരുന്നു. അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലുള്ള പൂജകളൊക്കെ നടത്തിയിരുന്നത് ബ്രാഹ്മണന്മാർ തന്നെയായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾ പൂന്തോട്ടമൊക്കെ ക്രമീകരിക്കുന്നതിലൊക്കെ രാജാവിന് സ്ത്രീകളുടെ സഹായം തേടേണ്ടി വന്നിട്ടുണ്ട് എന്നും കൂടി പറയപ്പെടുന്നുണ്ട്. സോ ഇത്രയാണ് അവരുടെ ഒരു സൊസൈറ്റി എങ്ങനെയായിരുന്നു, എക്കണോമിക് സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത്. ഇനി നമ്മൾ കൾച്ചറിലേക്ക് വരികയാണ്. കൾച്ചറിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഇവരുടെ സംസ്കാരം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അതിനു മുമ്പേ ഇവരുടെ സൊസൈറ്റി പറയുന്ന സമയത്ത് ഈ ഒരു സമയത്ത് ദക്ഷിണേന്ത്യയിലെ വിജയനഗര സാമ്രാജ്യ കാലഘട്ടത്തിൽ 2 കാര്യങ്ങൾ സമൂഹത്തിൽ നിലനിന്നിരുന്നു. ശൈശവ വിവാഹം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സതീ സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് മറന്നു പോകരുത്. ചൈൽഡ് മാരേജും സതീ സിസ്റ്റം ഇവർ ആചരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ സാമൂഹ്യ വ്യവസ്ഥിതി പറയുന്ന സമയത്ത് ശൈശവ വിവാഹവും സതീ സമ്പ്രദായം ഉണ്ടായിരുന്നതായിട്ട് ഓർക്കണം. ഇനി നമ്മൾ കൾച്ചറിലേക്ക് വരികയാണ്. കൾച്ചറൽ ലൈഫ് ഓഫ് വിജയനഗരം. എങ്ങനെയാണ് വിജയനഗരത്തിൻ്റെ സംസ്കാരം? അത് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ട കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. കുറേ നിർമ്മിതികളാണ്. ഇതൊക്കെ ഹംപിയിലാണുള്ളത്. അപ്പം ഇത് ഓരോന്ന് ഏതൊക്കെയാണ്? ഒന്നാമത്തേതാണ് ഹസറ റാമ ടെമ്പിൾ. ഹംപിയിൽ സ്ഥിതി ചെയ്യുന്ന ഹസറ റാമ. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ? ഈ എല്ലാ പിക്ചേഴ്സിലും അല്ലെങ്കിൽ ഈ നിർമ്മിതിയിലൊക്കെ നമുക്ക് ഒരു മെയിനായിട്ടുള്ള സവിശേഷത, ഒരു ഫീച്ചർ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഫുൾ ആർക്കിടെക്ചർ എടുത്ത് നോക്കുമ്പോൾ. ഒന്നാമത്തേതാണ് ഹസറ റാമ ടെമ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്താണ് വിത്തല സ്വാമി ക്ഷേത്രം. ഏതാണ്? വിത്തല സ്വാമി ക്ഷേത്രം. മൂന്നാമത്തേത് ഏതാണ്? വിരൂപാക്ഷ ടെമ്പിളാണ്. ഇത് വിരൂപാക്ഷ ടെമ്പിളാണ്. ലാസ്റ്റ് കാണുന്നതാണ് ലോട്ടസ് മഹൽ. അത് നോക്കിയേ, ലോട്ടസ് മഹൽ. എന്ത് രസമാണ് ഇത്രയും ആർക്കിടെക്ചറിൽ കാണാൻ. ഈ ആർക്കിടെക്ചറിൻ്റെ ഒക്കെ ഒരു ഫീച്ചർ ഉണ്ട്. ഈ എല്ലാ നിർമ്മിതിയിലും നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് അതിൻ്റെ ഗോപുര സ്ട്രക്ചർ അല്ലേ. ഒരു ഗോപുരക്ക് സ്ട്രക്ചറാണ് മെയിനായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്.
ഈ വിജയനഗര പീരീഡിൽ കൾച്ചറൽ ലൈഫിൽ ധാരാളമായിട്ടുള്ള ഇമ്പോർട്ടൻസും പ്രോഗ്രസ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറേ സ്കൂളുകൾ കുട്ടികൾക്ക് പഠിക്കാൻ വേദം ശാസ്ത്രം, വേദാംഗം ശാസ്ത്രമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ധാരാളം സ്കൂളുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആർട്ട്, ആർക്കിടെക്ചർ, ലിറ്ററേച്ചർ, മ്യൂസിക്, സ്കൾപ്ചർ, അതായത് വാസ്തുവിദ്യയിലും അതേപോലെ തന്നെ കലയിലൊക്കെ ധാരാളമായിട്ടുള്ള, സാഹിത്യത്തിലൊക്കെ ധാരാളമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഈ ഒരു പീരീഡിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഏതാണെന്ന് നമ്മൾ മുഗൾസിൽ പഠിച്ചു, കൾച്ചറിൽ പഠിച്ചു. മെയിനായിട്ട് ഇന്ത്യയും പേർഷ്യയും കൂടിയുള്ളൊരു ഫ്യൂഷനാണ്. എന്നാൽ ഇവിടെ എന്താണ്, വിജയനഗരത്തിൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഇവിടുത്തെ ആർക്കിടെക്ചറൽ സ്റ്റൈലിൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ കൾച്ചറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറാണ്. ദ്രവീഡിയൻ സ്റ്റൈലാണ്. അവിടെ പേർഷ്യനും ഇന്ത്യയും ആണെങ്കിൽ ഇവിടെ ഏതാണ്? ദ്രവീഡിയൻ സ്റ്റൈലാണ്. പിന്നെ എല്ലാ ടെമ്പിളിൻ്റെ മുകളിലേക്ക് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഗോപുര സ്ട്രക്ചറായിട്ട് കാണാൻ പറ്റും. ഗോപുരം ദ്രവീഡിയൻ സ്റ്റൈലുമാണ്. ഇനി ഈ ഒരു പീരീഡിൽ മക്കളെ ധാരാളം സാൻസ്ക്രിറ്റിൽ എഴുതിയിട്ടുള്ള ബുക്സ് ആയാലും വർക്കൊക്കെ നമ്മുടെ റീജിയണൽ ലാംഗ്വേജിലേക്ക് ആലോചിക്കുക. സാൻസ്ക്രിറ്റിൽ എഴുതിയിട്ടുള്ള പല കൃതികളും റീജിയണൽ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ തെലുങ്കു എന്ന് പറയുന്ന ഒരു ലിറ്ററേച്ചർ, ആ തെലുങ്കു എന്ന് പറയുന്ന ലിറ്ററേച്ചർ ഫ്ലറിഷ് ചെയ്തത് വിജയനഗര പീരീഡിലാണ്. അവിടെ നമ്മൾ ഏതാണ് പഠിച്ചത്? ഉറുദു എന്ന ന്യൂ ലാംഗ്വേജ് അല്ലേ ഫോം ചെയ്തത്? ഇവിടെ ഫോം ചെയ്തത് ഏതാണ്? തെലുങ്കു എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫോം ചെയ്തത് ഏതാണ്? തെലുങ്കു എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. സോ നമ്മൾ കൾച്ചറിൽ ഇത്രേ പറയുന്നുള്ളൂ. കൾച്ചർ എന്ന് പറയുമ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന എന്താണ്? ധാരാളം കൺസ്ട്രക്ഷൻ ഉണ്ടായിട്ടുണ്ട്. സ്കൂളുകൾ ഉണ്ടായിട്ടുണ്ട്, ടെമ്പിളുകൾ ഉണ്ടായിട്ടുണ്ട്, പാലസ് ഉണ്ടായിട്ടുണ്ട്, കോട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഏത് സ്റ്റൈലാണ്? വിജയനഗര എന്ന് ആലോചിക്കുമ്പോൾ ദ്രവീഡിയൻ സ്റ്റൈലാണ്. മെയിൻ ഫീച്ചർ എന്താണ്? ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു. അത്രയാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യമാണ് മൊത്തത്തിൽ വിജയനഗരം നമുക്ക് പറയാനുള്ളത്. അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് പറഞ്ഞു, കൾച്ചർ പറഞ്ഞു, ആരാണ് വിജയനഗരം സ്ഥാപിച്ചതൊക്കെ പറഞ്ഞു. ഇനി ലാസ്റ്റായിട്ടൊരു ടേബിള്. ഈ ടേബിൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലൂടെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. മുഗൾ ഭരണം വിജയനഗര ഭരണത്തിൻ്റെ ഒരു കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. മുഗൾ ഭരണം വിജയനഗരം എന്താണ്? രണ്ട് മൊണാർക്കിയാണ് അല്ലേ? രണ്ടിടത്ത് രാജഭരണമാണ്. സമൂഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന തട്ടിൽ ആരാണ്? ചക്രവർത്തി തന്നെയാണ്. താഴെ ആരാണ്? സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളായിരുന്നു. മെയിൻ ഓക്യുപ്പേഷൻ എന്തായിരുന്നു? രണ്ടിടത്തും അഗ്രികൾച്ചർ, കൃഷി തന്നെയായിരുന്നു. ഇനി സൈനിക വ്യവസ്ഥ മുകളിൽ എന്തായിരുന്നു? മൻസബ്ദാരിയാണ്. ഇവിടെ എന്താണ്? അമരനായക സംവിധാനമാണ്. രണ്ടിടത്തും എന്തുണ്ട്? റിലീജിയസ് ടോളറൻസ്, അതായത് മതസഹിഷ്ണുത ഉണ്ടായിരുന്നു. ദില്ലിലാഹിയൊക്കെ ആലോചിക്കുക. പിന്നെ അവിടെ മുഗൾ ഭരണകാലത്ത് ഏതാണ് ഭാഷയാണ് ന്യൂ ആയി ഫോം ചെയ്തത്? ഉറുദു. ഇവിടെ ഏത് ലിറ്ററേച്ചറാണ് വന്നത്? തെലുങ്കു ലിറ്ററേച്ചറാണ്. അവിടെ ഏതാണ്? ഇൻഡോ പേർഷ്യൻ ആയിരുന്നു ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഇൻഡോ പേർഷ്യൻ ആയിരുന്നു. ഇവിടെ ഏതാണ്? ദ്രവീഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ആണ്. ആലോചിക്കുക. 1526 മുഗൾ ഭരണം സ്ഥാപിക്കുന്നത്. 1336 വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഹരിഹരനും ബുക്കനാണെങ്കിൽ അവിടെ ബാബറാണ്. അവിടെ ആലോചിക്കേണ്ട ഒന്ന് ബാറ്റിൽ ഓഫ് പാനിപ്പത്താണ്. ആരായിട്ട്? ഇബ്രാഹിം ലോധീനി ആയിട്ടുള്ളത്. സോ ഇത്രയാണ് മുഗൾ ഭരണം, വിജയനഗര ഭരണം. ഇപ്പോൾ ഈ ഒരു മിഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫുള്ളായിട്ട് പറയുന്നത് മധ്യകാല ഇന്ത്യയിൽ നമ്മുടെ നിലനിന്നിട്ടുണ്ടായിരുന്ന രണ്ട് പ്രധാന ഭരണം ആയിരുന്നു. ഒന്ന് മുഗളും ഒന്ന് വിജയനഗരം. അത് ഫുള്ളായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.